ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് ഈ ബംഗ്ലാദേശ് കലാപത്തിൽ ഹിന്ദുവേട്ട എത്രമാത്രമായിരുന്നുവെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അവിടെ മതം നോക്കി ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പെഹൽഗാമിലേക്ക് വന്നാൽ നിരപരാധികളായ മനുഷ്യരെ മതം ചോദിച്ചു കൊല്ലുകയാണ്. രണ്ടിനും ആധാരമാകുന്നത് മതമാണെങ്കിൽ പെഹൽഗാമും ബംഗ്ലാദേശ് കലാപവും തമ്മിലെന്ത്? രണ്ടിനു പിന്നിലും ഒരേ സൂത്രധാരനാണ് എന്നോർക്കണം. തീർച്ചയായും ഒരുപാട് കോമണാലിറ്റീസ് കാണാം. ഇതിൻ്റെ ഒരു ത്രെഡ് നോക്കിയാൽ എല്ലായിടത്തും നടന്ന പ്രശ്നങ്ങൾ, ബംഗ്ലാദേശിൽ നടന്ന ഭരണമാറ്റ സമയത്ത് നടന്ന വ്യാപകമായ അക്രമങ്ങൾ, ഹിന്ദുവേട്ട എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഭവനങ്ങൾ, വ്യക്തികൾ എല്ലാം തന്നെ ആക്രമിക്കപ്പെടുന്നു. അതേ പാറ്റേൺ തന്നെയാണ് പഹൽഗാമിലും സ്വീകരിച്ചത്. പഹൽഗാമിൽ ചോദിച്ച് മതം ഏതാണെന്ന് ഉറപ്പുവരുത്തി മുസ്ലിം ഇതര വിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് കൃത്യമായി എലിമിനേറ്റ് ചെയ്യുകയാണ്. ഇതൊരു സന്ദേശമാണ്, ഇതൊരു തരം ഒരു വാർണിംഗ് ആണ്. അതായത് ഇസ്ലാമിക രീതികളിലേക്ക് വരികയോ അവരെ അംഗീകരിക്കുകയോ ചെയ്തില്ല എങ്കിൽ സർവനാശമായിരിക്കും ഫലം എന്ന ഒരു രീതിയിൽ ലോകത്തോടായി പറയുകയാണ്. അത് മാത്രമല്ല, പരമാവധി ഭരണകൂടങ്ങളെ ഒരു ഇസ്ലാമിസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അത് ഭാഗികമായി വിജയം കണ്ടതുകൊണ്ടാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരികയും അതിന് ഒരു പരിധിവരെ അന്നത്തെ അമേരിക്കൻ ഭരണകൂടം, ജോ ബൈഡൻ്റെ ഭരണകൂടം തന്നെ അതിന് പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് അങ്ങനെ ഒരു ചിന്തയില്ല. അതുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും യഥാർത്ഥത്തിൽ കമ്മിറ്റ് ചെയ്യാൻ, ഇന്ത്യ അനുകൂലമായി കമ്മിറ്റ് ചെയ്യാനായി അമേരിക്കൻ ഭരണകൂടവും മടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശശി തരൂരിൻ്റെ ഒരു ഫൈനൽ ലാപ്പാണ് അമേരിക്കയിൽ. അദ്ദേഹം ന്യൂയോർക്കിൽ ആദ്യം ചെന്നു. 9/11 മെമ്മോറിയലിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അവിടെ പൊളിറ്റിക്കലി കറക്റ്റായ കാര്യങ്ങൾ പറഞ്ഞു. അതേസമയം ഡൊണാൾഡ് ട്രംപ് എടുത്ത ഒരു നിലപാട്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സംഘർഷം മെയ് 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള 4 ദിവസങ്ങളിൽ നടന്ന സംഘർഷം അവസാനിപ്പിക്കാൻ വാണിജ്യമാണ് ഞാൻ ആയുധമായി കണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമെതിരെ വ്യാപാര ഉപരോധങ്ങൾ ഉണ്ടാകും, കച്ചവടം ഞാൻ പൂട്ടിക്കും, അല്ലെ കട ഞാൻ പൂട്ടിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് 2 രാജ്യങ്ങളും തമ്മിൽ സന്ധിയായി എന്ന രീതിയിലുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പരാമർശങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ന്യായമായ രീതിയിൽ അത് തിരുത്തേണ്ടതുണ്ട്, യാഥാർത്ഥ്യം വെളിവാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു സാന്നിധ്യവും സഹകരണവും ആവശ്യമാണ്. ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതവും അമേരിക്കയും യൂറോപ്യൻ ശക്തികളും എല്ലാം ചേർന്ന് നിൽക്കേണ്ട, അറബ് മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ചേർന്ന് നിൽക്കേണ്ടതാണ്. അല്ലാതെ ഈ ഭീകരത അവസാനിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു നയത്തിൽ ന്യൂ നോർമൽ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ നയത്തിലെ ന്യൂ നോർമൽ അല്ലെങ്കിൽ ന്യൂ നോംസ്, പുതിയ ധാരണകൾ, പുതിയ രീതികൾ, പുതിയ താരിപ്പുകൾ വരികയാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തരം സെൽഫ് റിലയൻസ് ആണ്. ഒന്ന്, നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഉപയോഗിക്കുക. 2, ഈ പാശ്ചാത്യ ശക്തികളെ, മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണ ലഭിക്കുന്നത് വരെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടതില്ല. തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന ആ ഒരു സെൽഫ് റിലയൻസ് പോളിസി. അതുകൊണ്ടാണ് ഇവിടെ പടിഞ്ഞാറൻ ഫ്രണ്ടിലും കിഴക്കൻ ഫ്രണ്ടിലും കാര്യങ്ങൾ അസ്ഥിരപ്പെടുന്നു. ഭൗമരാഷ്ട്രീയത്തിൽ ചെറിയ തിരിച്ചടികൾ സംഭവിക്കുന്നു എന്നത് സ്വാഭാവികമാണ്. അത് അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ ദക്ഷിണ ഏഷ്യയിലെ മാറി വരുന്ന ചിത്രം, ഇപ്പോൾ ശ്രീലങ്കയിലെ ഭരണമാറ്റം നമ്മൾ വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്ത് അത് ശ്രീലങ്കയുമായി ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. മാലദ്വീപിലെ ഭരണമാറ്റം, അവിടെയും സാഹചര്യങ്ങൾ ഇന്ത്യ അനുകൂലമാക്കി മാറ്റാൻ ശ്രമിച്ചു. നേപ്പാൾ, ഭൂട്ടാൻ നമ്മൾ ചെക്ക്മേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട സുരക്ഷാ ഭീഷണി ഇനിയും വരാനിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കൽ നയമെന്ന് പറയുന്നത് ഫാർ ഈസ്റ്റ് എന്നതല്ല, ഒരു മിഡ് ഈസ്റ്റ് എന്ന രീതിയിൽ ബംഗ്ലാദേശിനെ ഉൾപ്പെടെ ഇന്ത്യ അനുകൂലമാക്കി അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഗെറ്റിംഗ് ഹൈപ്പർ ആക്റ്റീവ് ഇൻ ബംഗ്ലാദേശ്. അതിൻ്റെ സ്ഥിരീകരണങ്ങളെക്കുറിച്ചാണല്ലോ ഈ ചർച്ച. അതുകൊണ്ട് ചൈന ഉൾപ്പെടെ രംഗത്ത് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയും, പ്രത്യേകിച്ച് ചിക്കൻ നെക്ക് കോറിഡോറിൻ്റെ അല്ലെങ്കിൽ സിലിഗുറി കോറിഡോറിൽ വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യം ഉറപ്പുവരുത്തുകയും, മാത്രമല്ല
ചൈന, ബംഗ്ലാദേശ്, ഇന്ത്യ, അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ, ഈ 5 രാജ്യങ്ങൾ സമ്മേളിക്കുന്ന ചെറിയൊരു പോയിന്റെങ്കിലും ഉണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ഭാഗം അസ്ഥിരപ്പെട്ടാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒറ്റപ്പെടും. ആ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടവും ശ്രമിക്കുന്നതെങ്കിൽ അതിന് മുൻകൂട്ടി തന്നെ തടയിടേണ്ട രീതിയിൽ കാര്യങ്ങൾ ജാഗരൂകരായി ഇന്ത്യയുടെ സൈന്യവും രാഷ്ട്രീയ വ്യവസ്ഥയും പ്രവർത്തിക്കേണ്ടതുണ്ട്. ശരി.